ഞങ്ങളെ ടെൻറ്റ് സ്റ്റേ ഇന്ന് നടന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് മറയൂരൊക്കെ പോയി ഏകദേശം ടയേർഡായിട്ട് ഇപ്പം ഞങ്ങൾ കറക്റ്റ് മൂന്നാർ ടൗണിലാണുള്ളത്. ടൗണിലിപ്പോൾ ഒരു ഹോട്ടലിലാണുള്ളത്. ഈസ്റ്റൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കേട്ടോ ഉള്ളത്. കാരണം ഇന്ന് എന്താ വെച്ചാൽ ഓണമൊക്കെ അല്ലേ, എവിടെയും ടെൻറ്റ് സ്റ്റേ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ മൂന്നാർ ടൗണിൽ തന്നെ ഉള്ള ഈസ്റ്റൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഈസ്റ്റൻഡ് അല്ലേ? ഈസ്റ്റൻഡ്. അപ്പൊ നമ്മുടെ ടെന്റ് ഇവിടെ കിട്ടൂല. ഭയങ്കര കോമഡി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ പെട്ടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. നല്ല ബെഡാണ്. ഒരു ഫുൾ സ്ക്രീൻ മിറർ ഉണ്ട്. പിന്നെ ഇതാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര ഒരു വ്യൂ ആണ്. നമ്മുടെ എന്താ വെച്ചാൽ മൂന്നാർ ടൗൺ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അതേപോലെ ഇരിക്കാനായിട്ട് ഒരു 2 സ്പേസ് ഉണ്ട്. പക്ഷെ ടെന്റ് സ്റ്റേ നടക്കുമോ? ഇല്ല അല്ലേ? നമ്മൾ പോകുമ്പോൾ പിന്നെ നടക്കുമോ? ഇല്ലല്ലേ. ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാം. പിന്നെ ജസ്റ്റ് നമുക്ക് മൂന്നാർ ടൗണിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങാം. അതുകൊണ്ടാണ് ഇവിടെ ടൗണിൽ തന്നെ എടുത്തത് കേട്ടോ. ഒന്ന് മൂന്നാർ ടൗണിലൊന്ന് കറങ്ങണം എന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര കോൾഡാണ് കേട്ടോ. ഇവിടെ ഇരിക്കാനായിട്ട് 2 ചെയർ ഉണ്ട്. അപ്പൊ നമ്മള് റെഡി ആവാൻ പോവാ അല്ലേ? ഓക്കെ. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂന്നാർ ടൗണിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് സെറ്റപ്പ് ആയിട്ട് ഇരിക്കാനല്ലോ. ഷാ കണ്ടോ, സുന്ദരക്കുട്ടനായിട്ട് നിൽക്കുന്നുണ്ട്. ഇച്ചിതാ സുന്ദരി കുട്ടിയായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ ബാൽക്കണി വ്യൂ ആണ് കേട്ടോ അത്. പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം മൂന്നാർ ടൗൺ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ വെതർ എന്താന്ന് കാണിച്ചു തരാം. ഓക്കെ, കൊള്ളാവോ? കൊള്ളാവോ? ഇച്ചു എന്തൊക്കെയാ വാങ്ങിച്ചേ? എന്താ വാങ്ങിച്ചേ? ഞാൻ ഈ ജെല്ലിയും മേടിച്ചു, ഈ മാഷ്മലയും മേടിച്ചു. ഈ ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ മോർണിങ്ങിലുള്ള കാഴ്ച ജസ്റ്റൊന്നും കാണണ്ട. ഞങ്ങൾക്ക് തണുപ്പ് മതി എന്ന് വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോട്ടലിൽ വരാവുന്നതാണ്. നല്ല ഹോട്ടലാണ്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ഹോട്ടലാണ്. പ്രൈസും അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ കേട്ടോ. പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നല്ല സുഖം ഉണ്ടായിരുന്നോ? ഇന്നലത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? ഓക്കെ. തണുക്കുന്നോ? ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, തണുത്തിട്ട് വയ്യ. ഇന്നത്തെ ഒരു ദിവസം പോകുന്നത് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ രാജമല അവിടേക്കൊന്ന് പോയി ജസ്റ്റ് അവിടേക്കൊന്ന് കറങ്ങി വന്ന് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി രാജമലയിലേക്ക് പോവാം. അതിന് മുൻപ് ഞാൻ ഷാനൊന്നുകൂടെ വിളിച്ചു നോക്കട്ടെ കേട്ടോ. ആഹാ, എണീറ്റാ? ഉപ്പൂസ് എണീറ്റ് പോയോ? റെഡി ആവുകയാണോ? ഇതാണ് ഈ ഹോട്ടലിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കേട്ടോ. എന്താ കയ്യിലെന്താ കണ്ടോ? രാവിലെ തന്നെ 2 ചോക്ലേറ്റ്. എൻ്റെ വൈറ്റ് ഫുൾ കഴിഞ്ഞോ? നോക്കട്ടെ എന്നിട്ടായി നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടല്ലോ. സാധാരണ അതിൽ കടല ഉണ്ടാവുക, പക്ഷെ അത് കടലയല്ല അല്ലേ? ഏതാ? Check the mic and make sure it sound right, boys.
രാജമല തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങള്. തപ്പേണ്ട കാര്യം നേരെ പോയാൽ നേരെ പോയാൽ മതിയോ? എത്ര കിലോമീറ്റർ? 50 കിലോമീറ്റർ. രാജമല എരവികുളം നാഷണൽ പാർക്കിന്റെ അടുത്ത് പോയിട്ട്. പക്ഷെ അതിന് മുകളിൽ നല്ല മഞ്ഞുണ്ടല്ലേ? കാണിച്ചരാ. It sound right, boys. ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചു. ചായ കുടിക്കട്ടെ. ചായ കുടിച്ചു കഴിഞ്ഞോ? കൊള്ളാല്ലേ ചായ? നല്ല ചായ. ഇതാണ് നമ്മുടെ മൂന്നാർ ടൗണിൻ്റെ ഒരു രാവിലത്തെ വിഷ്വൽ കേട്ടോ. മൂന്നാറിൻ്റെ മെയിൻ ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഷാന അതിലൂടെ വണ്ടിയായിട്ട് പോയി. അപ്പം ഞങ്ങൾ ഇത് കൂടെ നടക്കാന്ന് വിചാരിച്ചില്ല. ചോദിച്ചു ഈ സൈഡിലേക്ക് വാ. ഇതിൻ്റെ താഴത്ത് ഒരു വെള്ളം, ഒരു അരുവി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് ആ അരുവി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ അതാ നേരെ കാണുന്നതാണ് കേട്ടോ. അതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. കാണാനില്ലല്ലോ. നമ്മളെ അടുത്ത് അതാ വരുന്നുണ്ട്. കയറി മോളെ, ഞാൻ കയറിട്ടോ. പെട്ടെന്ന് കയറി. വാ. ഇതിൻ്റെ ഉള്ളിലാണ് റെസ്റ്റോറൻറ്റും തോന്നുന്നു. ഇവിടെയാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്. വിളിച്ചു അല്ലേ കോഫി ഷോപ്പ്? It sound right, boys. മോർണിംഗ് സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. വിശന്നിട്ട് വയ്യ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ്. എന്തുണ്ട്? എന്താ നമ്മളിപ്പോ മുന്നാർ ടൗണിൽ നിന്ന് നേരെ നമ്മൾ പോണത് നമ്മൾ എസ്റ്റേഡ് ഹോട്ടലിൽ നിന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് ആമ്പർഡയിലേക്കാണ്. അവിടെ 2 ദിവസം ഉണ്ടല്ലോ. അവിടെ ഇനി പോയിട്ട് എന്തൊക്കെയാണെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ ഇന്ന് പക്ഷെ നല്ല മിസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ആമണ്ടയിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ ഇപ്പൊ തന്നെ നല്ല മിസ്റ്റ് കയറിയിട്ടുണ്ട്. കണ്ട് എനിക്ക് ഞാൻ കാണിച്ചു തരാം.
ഫുള്ളാവും ജഗ്ഗൂസൊന്നും കിട്ടുന്ന എനിക്കാണല്ലോ. താഴെ പോയിട്ട് വരാം. കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഈ വഴി കൂടിയാണ് നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഞാനിപ്പോൾ കാണിച്ചില്ലേ, അതാണ് ആംബർഡെയിൽ ഹോട്ടല്. അപ്പം അന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു അല്ലേ, അടുത്ത പ്രാവശ്യം നമുക്ക് പറ്റുകയാണെങ്കിൽ താമസിക്കാനൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഒരു വർഷമായിട്ടപ്പോൾ ആ വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, നമ്മളന്ന് പോയ വഴികൾ. മിസ് കണ്ടോ? ഞാൻ കഴിച്ചില്ല. കൊള്ളാമോ? അത് പൈപ്പ്, വാട്ടർ പൈപ്പാണല്ലോ. ഇത് കണ്ടപ്പോ നിങ്ങക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മൂന്നാർ യാത്രയിലുള്ളത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നുമുള്ള വീഡിയോസിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഭാഗത്തിൽ നമ്മുടെ ആംബർഡെയിൽ ഹോട്ടലിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. നിങ്ങൾ എന്തായാലും കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബായ്.